എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പുഡിങ്ങാണ്. ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ധൈര്യത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. ബീട്രൂട്ടാണെന്ന് അവർ പറയത്തേ ഇല്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റോടു കൂടി ഈ ബീട്രൂട്ട് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 ബീട്രൂട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒന്നൊരു മീഡിയം ടൈപ്പും ഒന്ന് ഇച്ചിരി വലിയ ബീട്രൂട്ടുമാണ് കേട്ടോ. ഈ വലിയ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുത്തിച്ചെടുക്കാം. നല്ല രീതിയിൽ ബീട്രൂട്ട് വെന്ത് കിട്ടണം. മറ്റൊരു ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഗ്രേറ്ററിൽ കൂടെ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് വേണം ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 2 പീസും നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ബീട്രൂട്ട് കിട്ടേണ്ടത്. ഇവിടെ ഞാൻ 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റിൻ്റെ പാലാണ് 4 ഗ്ലാസ് എടുക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന പാലിന് കട്ടിക്കുറവാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് പാലെടുത്ത് മാറ്റുകയാണ്. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒട്ടും തരികളില്ലാതെ നല്ല രീതിയിൽ ഈ കസ്റ്റേർഡ് പൗഡർ പാലുമായിട്ടങ്ങ് മിക്സ് ചെയ്ത് അതിനങ്ങ് മാറ്റി വെക്കാം. അതുപോലെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. ചൈന ഗ്രാസ് ഞാനൊരു 15 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസ് പറഞ്ഞാൽ അഗർ കേട്ടോ. ഇതാണ് ചൈന ഗ്രാസ്. അപ്പോൾ 15 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിനെ കുതിരാനായിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുതിർന്ന് വരും. ചൈന ഗ്രാസിന് പകരമായിട്ട് നിങ്ങൾക്ക് ജലാറ്റിൻ എടുക്കാവുന്നതാണ്. 1/4 ഗ്ലാസ് വെള്ളത്തിലോട്ട് 20 ഗ്രാം ജലാറ്റിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതൊന്ന് നല്ലതായിട്ട് അങ്ങ് മിക്സായി കിട്ടും. എന്നിട്ട് അതിനെ കുതിരാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുഡിംഗ് ഉണ്ടല്ലോ, അതിന് പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചൈന ഗ്രാസ് ജലാറ്റിനും ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നല്ലതായിട്ട് ഉരുകി വന്ന് ചൂടായി വന്ന് കഴിയുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, ആ ബീട്രൂട്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വിളയിച്ചെടുക്കണം. ബീട്രൂട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരിക. പഞ്ചസാരയുടെയും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ശകലം വെള്ളം കൂടെ ഉണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ തീ കൂട്ടിയിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ജാം കഴിക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റാണ് ഈ വിളയിച്ച ബീട്രൂട്ട്. ഈ ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇത് നല്ലതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതുപോലെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളമുണ്ട്. ഇത് നല്ലതായിട്ട് തണുക്കാൻ വെക്കുക. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതിനെ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത് അതിനെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ചൈന ഗ്രാസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നല്ലതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ചൈന ഗ്രാസ് നല്ല രീതിയിൽ ഉരുകി വരും കേട്ടോ. 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അപ്പുറത്തെ സ്റ്റൗവിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൈന ഗ്രാസ് ഉണ്ട് ഇപ്പോൾ ചൂടായപ്പോൾ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാലും നല്ല രീതിയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടുക്കി പിടിക്കരുത് കേട്ടോ. ഇതിലോട്ട് ഞാൻ മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരത്തിന് എത്രയും വേണോ അത്രയും അനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി പഞ്ചസാര വേണേൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നല്ലതായിട്ട് ചൂടായി വരുന്ന പാലിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് അങ്ങ് കുറുകി വരും. ഇപ്പോൾ ഞാൻ മിക്സിയിൽ ബീട്രൂട്ട് നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അതല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പാലൊന്ന് ചൂടായി വരണം. ഇത് ചൂടായി വരുന്നതനുസരിച്ച് കുറുകി വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തല്ലോ, അപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നുകൊണ്ടിരിക്കും. ഇതിലോട്ട് ഇങ്ങനെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ പാല് നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകിയും വന്നിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, ഉരുക്കി എടുത്തിരിക്കുന്നത്, ആ ചൈന ഗ്രാസ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുറച്ചിത് തണുത്ത് വന്ന് കഴിയുമ്പം പുഡിംഗ് ട്രേയിലോട്ട് നമുക്കിത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2
ട്രെയിലായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ട്രെയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുക. ചിൽ ട്രെയിലാണെങ്കിൽ നിങ്ങൾ 2-3 മണിക്കൂർ ഇതിനെ സെറ്റ് ആവാനായിട്ട് വെക്കുക. അതല്ല ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ എന്തെങ്കിലും ഇതിനെ സെറ്റ് ആവാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മുകളിലത്തെ ലെയറിന് വേണ്ടി നമുക്കൊരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഞാനൊരു ട്രെയിലോട്ട് മാത്രമേ ഈ ക്രീം ഇട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റേ ട്രെയിൽ ഞാൻ ക്രീം ഇടാതാണ് എടുക്കുന്നത്. ഇതിലോട്ട് 2 ടീസ്പൂൺ നിറച്ചും പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മധുരത്തിന് വേണ്ടി 1 ടീസ്പൂൺ നിറച്ചും പൊടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം എടുക്കാവുന്നതാണ്. അന്നേരം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിന് മധുരം കാണും. പുഡിങ്ങിനും അതുപോലെ ബീട്രൂട്ട് വിളയിച്ചും നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരം താല്പര്യമില്ലാത്തവർ ഈ ഒരു സ്റ്റേജിൽ മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് വിളയിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുഡിങ് 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ സെറ്റാൻ വെച്ചു. നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. മുകളിലത്തെ ഭാഗമെല്ലാം നല്ല രീതിയിൽ ഉറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, ക്രീമിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങ് തേച്ച് കൊടുക്കുക. ക്രീം എല്ലാ സൈഡിലും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് വിളയിച്ചതുണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ബീട്രൂട്ടിനെ നമുക്ക് ഇതിലോട്ടങ്ങ് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഇതുപോലെ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനൊരു സ്ക്വയർ വെച്ച് നല്ല രീതിയിൽ ഇതിനെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ബീട്രൂട്ട് വിളയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇത് ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഈ ബീട്രൂട്ടിനെ ചെറിയ പീസുകളുണ്ടല്ലോ, അതങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ സെറ്റ് ആവാനായിട്ട് ഒരു 2 മണിക്കൂർ എന്തെങ്കിലും വെക്കണം. നല്ല രീതിയിൽ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇത് അടച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. അതുപോലെ മറ്റ് പുഡിംഗ് ട്രെയിൽ ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ പുഡിംഗ് ഉണ്ടല്ലോ, അതിലോട്ടും ബീട്രൂട്ട് വിളയിച്ചത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇട്ട് കൊടുക്കാനായിട്ട് ഇത്രയും ബീട്രൂട്ട് മതി കേട്ടോ. ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ വിളയിച്ചെടുത്തത്. അത് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്കങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു പുഡിംഗ് ട്രെയിലോട്ട് ഞാൻ ക്രീമോ അങ്ങനെയുള്ള ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നട്ട്സാണ് കേട്ടോ. കുറച്ച് ബദാമും അതുപോലെ കുറച്ച് കാഷ്നട്ടും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ടിങ്ങ് നല്ലതായിട്ട് വെതറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം കഴിക്കുമ്പം ഈ നട്ട്സും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. 2 പുഡിംഗ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിയെടുക്കും. അധികം ചിലവില്ലാത്തതല്ലേ. ഇപ്പോൾ ക്രീമൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണിച്ച രീതിയിൽ ബീട്രൂട്ടിൻ്റെ പുഡിങ് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. ഒരിക്കലും എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പിന്നെ നല്ല പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത ചൈന ഗ്രാസിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ 15 ഗ്രാം ചൈന ഗ്രാസ് അല്ലേ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 20 ഗ്രാം എടുക്കുക. അതുപോലെ നിങ്ങൾ ജലാറ്റിൻ എടുക്കുകയാണെങ്കിൽ 20 ഗ്രാം എന്നുള്ളത് 25 ഗ്രാം എടുക്കുക കേട്ടോ. പിന്നെ ഇത് സെറ്റാവാൻ വെക്കുമ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെക്കല്ലേ. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഐസായി പോകും. അതുകൊണ്ട് ചിൽ ട്രേയിൽ തന്നെ താഴെ തന്നെ വെക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.